ചങ്ങായിമാരെ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാ നമ്മളെ കേരളത്തിലെ മുസ്ലിങ്ങളുണ്ടല്ല, ആ മുസ്ലിങ്ങൾക്ക് തന്നെ നമ്മളെ കേരളത്തിലെ BJP ഉണ്ടല്ല ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമം എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നല്ലേ? ആ നിയമം വേറൊന്നുമല്ല, വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങി കഴിഞ്ഞിട്ടില്ല ഇനി മുസ്ലിങ്ങൾ ഏത് ടീമിനെ ആരാധിക്കണം, ഏത് ടീമിന്റെ ഫ്ലെക്സ് വെക്കണം, ഇതൊക്കെയുണ്ടല്ല കേരളത്തിലെ BJP-ക്കാർ പറയും. BJP-ക്കാർ പറയുന്ന ടീമിനെ മാത്രമേ ഇനി കേരളത്തിലെ മുസ്ലിങ്ങളുണ്ടല്ല അവരൊക്കെ ആരാധിക്കാനും അവരൊക്കെ ഫ്ലെക്സ് വെക്കാനും പാടുള്ളൂ. അതായത് BJP-ക്കാർ എന്താ പറഞ്ഞു വരുന്ന വെച്ചിട്ടുണ്ടല്ല, കേരളത്തിലെ മുസ്ലിങ്ങളുണ്ടല്ല ഇറാൻ ആരാധിക്കാനോ ഇറാന്റെ ഫ്ലെക്സോ ഈ കേരളത്തിൽ എവിടെയും വെക്കാൻ പാടാന്ന് നമ്മളെ BJP-ക്കാർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറെ ചാണക സംഖ്യകളുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിങ്ങനെ കുറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് ഇറാൻ ആരാധിക്കുന്നതും ഇറാന്റെ ഫ്ലക്സ് വെക്കുന്നതൊക്കെ ഉണ്ടല്ല എന്തോ വലിയ രാജ്യദ്രോഹമാണെന്നാണ് ഈ ചാണക സംഖ്യകളൊക്കെ ഇങ്ങനെ പറയുന്നത്. അതിൽപ്പെട്ട ഒരു ചാണക സംഖ്യയുടെ ഒരു വെറൈറ്റി കരച്ചിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ചാണക സംഖ്യ ഉണ്ടല്ല വായ തുറന്നു കഴിഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയും പച്ച വർഗീയതും മാത്രമേ പറയൂ. എന്തായാലും നമുക്ക് ഈ ചാണക സംഖ്യ കുരുപൊട്ടിക്കൊണ്ട് ഇറാന്റെ ഫ്ലക്സ് വെച്ചതിലും ഇറാനെ കുറച്ച് ആൾക്കാർ ആരാധിക്കുന്നതിലും എന്താണ് പറഞ്ഞത് കേട്ടിട്ട് വന്നാലോ? തിന്നുന്നതിൽ മതം, വോട്ട് ചെയ്യുമ്പോൾ മതം, അതേപോലെ തന്നെ ജിമ്മിന് മതം, ഇപ്പൊ ലാസ്റ്റ് ഫുട്ബോളിന് മതം. പണ്ട് ഇന്ത്യയിലെ ക്രിക്കറ്റ് കളിക്കാർ പാകിസ്ഥാനി ഷെയ്ക്കാൻ കൊടുത്തിട്ടാണ് ഈ സുഡാപ്പി ഭയങ്കര ബഹളമായിരുന്നു. അയ്യോ നമ്മൾ മതം കലർത്തരുതേ മാങ്ങാത്തേങ്ങ എന്നാണ്. സത്യത്തിൽ അത് മതമല്ലായിരുന്നു പ്രശ്നം. പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള സമീപനങ്ങളും ആക്രമണങ്ങളും അല്ലെങ്കിൽ പാകിസ്ഥാൻ നടത്തിയ അറ്റാക്കും കാര്യങ്ങളൊന്നും നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ പ്രതിഷേധമായിട്ടാണ് അവർ ചെയ്തത്. പക്ഷേ ആ സമിതിമാരൊക്കെ ഭയങ്കര കോണയായിരുന്നു, അയ്യോ മതം കലർത്തത്. അതിനുശേഷം അർജന്റീന എന്തോ പലസ്തീനെതിരെ വോട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഈ സുഡാപ്പികളെല്ലാം കൂടി അർജന്റീനയ്ക്കെതിരായി. അപ്പം ഇവന്മാരെ അവിടെ കൊണ്ടുപോയി മതം കലർത്തി. അർജന്റീനയുടെ ഫുട്ബോളറല്ലല്ലോ വോട്ട് ചെയ്ത്. ഇപ്പം ഇറാൻ ഫാൻസ് വന്ന് കുറെ ടീം ഇറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർ കോച്ചിന്റെ പടം വെക്കുക, ഇത് കോച്ചിന്റെ പടം തന്നെ മറ്റേ കൊമേനിന്റെ പടം വിളിച്ചു. കൊമേനിക്കാണ് അവരൊക്കെ ചത്തു മണ്ണടിച്ച് കോച്ചിന് പകരം കൊമേനിയ. അപ്പം ഈ സുഡാപ്പി നാറിയുള്ള പരിപാടി എന്ന് വെച്ചാൽ എല്ലാത്തിനും കൊണ്ടേ മതം കയറ്റുക. ഇത് ഫുട്ബോളിൽ മതം കയറ്റുക, മറ്റു ജിമ്മിൽ മതം കയറ്റുക, എല്ലാം വെച്ചാൽ ഇവന്മാർ കുളിച്ച് നിൽക്കുന്ന മതത്തിലാണ്. ബാക്കിയുള്ളവരെന്തും ചെയ്യും, ഇവന്മാർ സകല സ്ഥലത്തും കൊണ്ടേ മതം കയറ്റി ബാക്കിയുള്ളവർ കുറ്റം പറയും, അയ്യോ അവർ വർഗീയവാദികളാണ്, മറ്റൊരു വർഗ്ഗം ഞങ്ങളെന്തോ ഭയങ്കര പെർഫെക്റ്റാ. ഈ ചാണക സംഖ്യ വേട്ടവളിലുണ്ടല്ല ഷേവിംഗ് സെറ്റ് പോലത്തെ എന്തോ ഒരു സാധനം അണ്ണാക്ക് തിരികിട്ട് 40 സെക്കൻഡ് സംസാരിച്ചത് മൊത്തമില്ല വർഗീയതയും അന്യമത വിദ്വേഷവും മാത്രമാണ്. അതായത് മതം 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 എന്ന് മാത്രമാണ് ഈ വേട്ടവളിനുണ്ടല്ല. ഈ വേട്ടവളിയുടെ സംഖ്യ ഈ 40 സെക്കൻഡിൽ സംസാരിച്ചത് മൊത്തം. എന്നിട്ട് ഈ വേട്ടവളി ഈ മരം മൊണ്ണ പറയുന്നത് മറ്റുള്ളവരാണ് മതം മതം എന്ന് പറയുന്നത്. അതായത് മൊത്തം വായ തുറന്ന മതം മാത്രം പറഞ്ഞ ഈ വേട്ടവളിയിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്നു. അതുകൊണ്ട് ചാണക സംഖ്യ ഈ വീട്ടിൽ നീ പറഞ്ഞു തന്നെയാണ് നിന്നോടും പറയാനുള്ളത്. അതായത് നീയും നിന്നെപ്പോലത്തെ സംഖ്യകളാണ് തിന്നുന്നതിലും തൂറുന്നതിലും എന്തിനും എല്ലാത്തിലും മതം കാണുന്നത്. പിന്നെ നിനക്കൊക്കെ ഉണ്ട് ഇറാനെ ഫ്ലക്സ് വെക്കുന്നതും ഇറാനെ ആരാധിക്കുന്നത് കണ്ടിട്ട് എന്തിനാണ് കുരുപൊട്ടുന്നത്? ഇറാൻ നമ്മുടെ ശത്രുരാജ്യമോ? അലി ഖമേനി ഉണ്ടല്ല, അദ്ദേഹം നമ്മളെ ശത്രു എന്നല്ല, അദ്ദേഹം ഉണ്ടല്ലോ നമ്മളെ ഇന്ത്യയെ ഒരുപാട് സഹായിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഒരുപാട് കാലം സഹായിച്ചവരുടെ ഫ്ലക്സ് വെക്കുമ്പോഴാണ് ഈ ചാണക സംഖ്യ ഉണ്ടല്ല ഇവന്മാർക്ക് കുരുപൊട്ടുക. പിന്നെ ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞ് ഷൂനക്കിയവന്റെ പാരമ്പര്യമുള്ള നിനക്കൊക്കെ ഉണ്ടല്ല നമ്മുടെ ഇന്ത്യ ഒരുപാട് കാലം ദ്രോഹിച്ച ഇംഗ്ലണ്ടിന്റെ കൊടി കാണുമ്പോഴോ പോർച്ചുഗലിന്റെ കൊടി കാണുമ്പോഴോ ഫ്രാൻസിന്റെ കൊടി കാണുമ്പോഴോ എന്തിനി അമേരിക്കന്റെ കൊടി കാണുമ്പോഴോ യാതൊരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇന്ത്യ ഒരുപാട് കാലം സഹായിച്ച ഇപ്പോഴും സഹായിക്കുന്ന ഇറാന്റെ കൊടിയോ ഫ്ലെക്സോ കാണുമ്പോ ഈ ചാണക സംഖ്യയില്ല വല്ലാണ്ടങ്ങ് കുരുപൊട്ടും. അതിൽ പിന്നെ അതിശയൊന്നുമില്ല, കാരണം ഷൂ നക്കിയ പാരമ്പര്യമുള്ള മാപ്പ് പറഞ്ഞ് പാരമ്പര്യമുള്ള നിലക്കില്ല അന്തസ്സുള്ളവരെ കാണുമ്പോഴല്ല ഇങ്ങനെ കുരുപൊട്ടലുണ്ടാവും. പിന്നെ നിന്നോടാരാണ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നമുണ്ടല്ല അത് മതത്തിന്റെ പേരിലാണെന്ന്? അവർ ക്രിക്കറ്റ് കളിക്കിടെ കൈ കൊടുക്കാത്തത് മതത്തിന്റെ പേരിലാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നിനക്ക് അങ്ങനെ തോന്നി എന്തുകൊണ്ടാണെന്ന് അറിയാം, നീ ഒരു ചാണകക്കുണ്ടിലാ ഉള്ളത്, ചാണകങ്ങൾ മാത്രമുള്ള ചാണകക്കുണ്ടില്. ആ ചാണകക്കുണ്ടെന്ന് വലിയ വലിയ ചാണകങ്ങൾ പറഞ്ഞ പച്ചക്കള്ളുണ്ടല്ല, ആ പച്ചക്കള്ളം നിന്നെപ്പോലത്തെ വിഡ്ഢികളുണ്ടല്ല അതങ്ങനെ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചിട്ടില്ല നിന്റെ വായിലും തലയിലും മൊത്തം ചാണകമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നിനക്കിടല്ല ആരും പറയാത്തതും ആരും കേൾക്കാത്തതുമായ കാര്യങ്ങളുണ്ടല്ല നിനക്ക് മാത്രം കേൾക്കുന്നത്. പിന്നെ നീ വേറൊരു കാര്യം കൂടി പറഞ്ഞു, പലസ്തീനെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് മതത്തിന്റെ പേരിലാണെന്ന്. എടാ ഭൂലോക മരപ്പൊട്ട, ഞാനടക്കുന്ന ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ക്രൈസ്തവരുണ്ടല്ല അവരൊക്കെ പലസ്തീനെ സ്നേഹിക്കുന്നത് പലസ്തീനെ സപ്പോർട്ട് ചെയ്തത് എന്ത് മതത്തിന്റെ പേരിലാണ്? എടാ ചാണക സംഖ്യ മരമൊണ്ണെ, നമ്മളൊക്കെ പലസ്തീനെ സപ്പോർട്ട് ചെയ്തത് സ്നേഹിക്കുന്നുണ്ടല്ല മനുഷ്യത്വത്തിന്റെ പേരിലാണ്. പലസ്തീനിലെ കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും കൊന്നെടുക്കുന്ന ഇസ്രായേലിന്റെ അമേരിക്കന്റെയും വൃത്തികെട്ട കളിയുണ്ടല്ല ആ കളിക്കെതിരെയാണ് നമ്മളൊക്കെ പ്രതികരിക്കുന്നത്. പക്ഷെ നിന്നെ പോലത്തെ മനുഷ്യത്തില്ലാത്ത ചാണക സംഖ്യ കണ്ടല്ല അവർക്കൊന്നും അതൊരു കുഴപ്പമില്ല. കാരണം കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും ഗർഭിണികൾ മരിക്കുമ്പോഴും നീയൊക്കെ ഉണ്ടല്ല കൈകൊട്ടി സന്തോഷിക്കുന്നവരാണ്. അതുകൊണ്ട് നിനക്കൊക്കെ ഉണ്ടല്ല മനുഷ്യത്വം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി എനിക്കെന്നല്ല ദൈവം തമ്പുരാനില്ലേ മൂപ്പർക്ക് പോലും ആവൂല. പിന്നെ നീയൊക്കെ ശരിക്കും എതിർക്കുന്നുണ്ടെങ്കിൽ ആരെയാണ് എതിർക്കേണ്ടതെന്ന് അറിയാം ചാണക സംഖ്യ. അത് എതിർക്കേണ്ടത് ആരെയാണെന്ന് വെച്ചാൽ നെതന്യാഹുവിനും ട്രംപിനും ഉണ്ടല്ല അവരെയൊക്കെയാണ് നീയൊക്കെ എതിർക്കേണ്ടത് ചാണക സംഖ്യകള്. കാരണം നിങ്ങളെ BJP-യുടെ നേതാക്കൾ തന്നെ എന്താ പറയുന്നറിയേ, ഈ വിലക്കയറ്റം ഈ പെട്രോളിന്റെയും ഡീസലിന്റെ ഒക്കെ വിലക്കയറ്റത്തിന് കാരണം ഉണ്ടല്ല ഈ ട്രംപ് ഉണ്ടാക്കിയ ഈ യുദ്ധം ഉണ്ടല്ല, ട്രംപ് നെതന്യാഹു ഉണ്ടാക്കിയ ഈ യുദ്ധം കാരണമാണ്. അങ്ങനെ നമ്മളെ നാട്ടിൽ ഇത്രയും വിലക്കയറ്റം ഉണ്ടാക്കിയത് ട്രംപും നെതന്യാഹുവാണെന്ന് നിന്റെയൊക്കെ BJP നേതാക്കന്മാർ പറയുമ്പോഴെങ്കിലും ഉണ്ടല്ല നീയൊക്കെ അവർക്കെതിരുണ്ടല്ല ഒരു വീഡിയോ എങ്കിലും ചെയ്യുന്ന ചാണക സംഖ്യ. പക്ഷെ നിനക്കൊക്കെ പറക്കാതെ പോയ തന്തന്മാരായ നെതന്യാഹുവിനും ട്രംപിനെതിരെ ഉണ്ടല്ല നീ ഒന്നൊരു അക്ഷരം ഉണ്ടൂല. ഇനി നമുക്ക് ഈ മരം മോയുന്നുണ്ടല്ല കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദഹിച്ചെന്ന് വരില്ല, അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് ഈ മരം മോയത് പറയുന്നത്. പറ്റുന്നവര് മാത്രം ഉണ്ടല്ല ഈ വീഡിയോ കാണുക.
അമേരിക്കയിൽ വെച്ച് നടക്കുന്ന വേൾഡ് കപ്പിൽ ഇറാനും ഇറാന്റെ കളിക്കാർക്കും പോകാൻ യാതൊരു കുഴപ്പമില്ല. അവർക്കില്ലാത്ത പ്രശ്നമാണ് നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾക്ക് ഈ മതത്തിന് പേര്. കാരണം എത്രത്തോളം ഇവന്മാരെ ചിന്ത എന്നാലിക്കണം. ഒരു ഫുട്ബോളിൽ വരെയാണ് ഇവന്മാർ മതം വെച്ചിട്ട് കാര്യം. ഈ മതത്തിൽ ഡേഞ്ചർസ് നോക്കും. ഇതിൽ രസം എന്താ വെച്ചാൽ ഇതിൽ ന്യൂട്രൽ നിൽക്കുന്ന കുറെ ആൾക്കാർ അയ്യോ ഞങ്ങൾ സുഡാപ്പികളല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഇവന്മാരെ റിയാക്ട് ചെയ്യുന്നില്ല. ഇവന്മാരൊക്കെ മറ്റേ എന്താ പറയുക ചെയ്യാൻ അമ്മന്റെ ആൾക്കാരല്ലേ ചെയ്യാനും ചെയ്യട്ടല്ലേ ഇന്ന് കത്തുവായ കൊമേനിന്റെ ഫ്ലെക്സ് വെച്ച് ഇറങ്ങി ഇറാൻ ഫാൻസിന്റെ പോസ്റ്റ് വന്ന സ്ഥലങ്ങൾ നോക്കിക്കൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ നല്ല സുഡാപ്പി ഏരിയകളും അതിൽ പല സ്ഥലത്തും മറ്റേ ഭീകരവാദത്തിനും മറ്റേ തീവ്രവാദത്തിനൊക്കെ പോലീസും പിടിച്ച് ജയിലിൽ പോയി പുറത്തിറങ്ങിയ സുഡാപ്പികളുടെ നാടാണ്. ഈ സുഡാപ്പികൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ ഇവന്മാരെ കിതാബിൽ മറ്റേ ജൂതന്മാരെല്ലാം കൂടി വെട്ടിക്കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ കംപ്ലീറ്റ് വെച്ചാൽ മതം എല്ലാ സ്ഥലത്തും മതം ഇവർ ചിന്തിക്കുന്ന മതമാണ്. ഇവന്മാർ നിങ്ങൾ ഈ ഫ്ലെക്സ് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും എന്ന് വെച്ചാൽ ഇവന്മാരെ കൂട്ടത്തിലല്ലാത്ത ഓരോരുത്തരും കാണുന്ന മതത്തിന്റെ ബേസ് തന്നെ ആയിരിക്കും. ഒന്ന് സൂക്ഷിച്ചു. യാ മോനെ എനിക്ക് പറയാനുള്ളതുണ്ടല്ല ഇവന്റെ നാട്ടുകാരോടാണ്. നിങ്ങളെയൊക്കെ മക്കളുണ്ടല്ല അബദ്ധവശാൽ പോലും ഉണ്ടല്ല ഈ ചാണകസംഖ്യ വേട്ടവളിന് ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ല ആ സ്ഥലത്തേക്ക് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ വിടാൻ പാടില്ല. കാരണം ഈ ചാണകസംഖ്യ മലറിന്റെ മനസ്സിൽ എത്രമാത്രം വർഗീയതയാണെന്ന് ഈ ഒരൊറ്റ വീഡിയോ കാണാൻ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങനെ മനസ്സ് മൊത്തം ജീർണത കൊണ്ട് കിടക്കുന്ന ഇവന്റെ അടിക്കണ്ടല്ല ഒരു മിനിറ്റ് ആരെങ്കിലും ഇരുന്നാണ്ടല്ല അവര് പോലും ജീർണിച്ചു പോകും. പിന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഇവന്റെ നാട്ടിലെ മുസ്ലിങ്ങളുണ്ടല്ലോ ആ മുസ്ലിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇവൻ പോകുന്ന വഴിന്റെ 100 മീറ്റർ മാറിയിട്ട് മാത്രമേ നിങ്ങളെ കുട്ടികളുണ്ടല്ല ആ കുട്ടികളോട് കളിക്കാൻ വരെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ കേട്ടോ. കാരണം ഇത്രമാത്രം മുസ്ലിം വിദ്വേഷം മനസ്സിലുള്ള ഇവരുണ്ടല്ല ആ കുട്ടികളെ കണ്ട എന്താ ചെയ്യുന്നു പടച്ചോന് പോലും പറയാൻ പറ്റൂല. കാരണം അത്രമാത്രം മനസ്സിൽ വിദ്വേഷമാണ് ഈ പരനാറി വച്ച് കഴിയുന്നത്. അതായത് ഭക്ഷണത്തിലും വിസർജ്യത്തിലും പോലും ഉണ്ടല്ല വർഗീയത കാണുന്ന ഇവനൊക്കെ കുട്ടികളെ പോലും ഉണ്ടല്ല വെറുതെ വിടൂല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഈ പരനാറിയുടെ വീടിന്റെ അടുത്തുണ്ടല്ല ഒരു മുസ്ലിം കുട്ടികളും പോയേക്കല്ലേട്ടാ. പിന്നെ ഈ പരനാറി വേട്ടവളിയ സംഖ്യയോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഇന്ത്യ രാജ്യം നിന്റെ തന്തയുടെ വകയൊന്നല്ല കേട്ടോ. അതുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ ലോകകപ്പ് ഫുട്ബോൾ വരുമ്പോൾ ഏത് രാജ്യത്തെ സ്നേഹിക്കണം ഏത് രാജ്യത്തിന്റെ ഫ്ലക്സ് വെക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. അതുകൊണ്ട് നിന്നെ പോലത്തെ ചാണക സംഖ്യയിലുണ്ടല്ലോ ഷൂ നക്കിയ മാപ്പു പറഞ്ഞ പാരമ്പര്യമുള്ള നീയൊക്കെ ഉണ്ടല്ല അതിന് പറ്റുന്ന ടീമിനെ സ്നേഹിച്ചോ. അതുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തുണ്ടല്ലോ നമ്മുടെ രാജ്യത്തെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ഇറാന്റെ ഫ്ലക്സ് എന്നല്ല ഇറാന്റെ കൊടിയും വെക്കും. നിനക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്ത് കാണിക്ക് ചാണക സംഖ്യ. അതുകൊണ്ട് ഈ വേൾഡ് കപ്പിലുണ്ടല്ല എന്റെ ടീം ഉണ്ടല്ല ബ്രസീൽ കഴിഞ്ഞിട്ടുള്ള ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടല്ല ഇറാനെ തന്നെയാണ്. ഇറാൻ വേൾഡ് കപ്പ് എടുക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ഇറാനെങ്ങാനും വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ചാണക സംഖ്യ നീക്കിടല ഈ ഇന്ത്യക്കുണ്ടല്ലോ ഇങ്ങനെ കുരുവട്ടി ഇല്ലാതാക്കി കളി നമ്മളൊക്കെ. അങ്ങനെ ഒരിക്കൽ കൂടി ഷൂ നക്കിയ മാപ്പ് പറഞ്ഞവന്റെ പാരമ്പര്യമുള്ള ഈ വേട്ടാവളിയും ചാണക സംഖ്യക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.